100 ലിറ്റർ വെള്ളം, 30 കിലോഗ്രാം ഭക്ഷണം, 20 കിലോമീറ്റർ നടത്തം. പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായോ? എങ്കിൽ ഞാൻ പറയാം. ബിക്കോസ് എവറി ഫ്രെയിം ഹാസ് എ സ്റ്റോറി. ഞാൻ പറഞ്ഞു വന്നത് ആനകളെക്കുറിച്ചാണ്. ബന്ദിപ്പൂരിൽ ഒരു ദിവസം രാവിലെ സഫാരിയിൽ നമ്മുടെ മുന്നിലേക്ക് വന്ന ഒരു ചെറിയ ആന ഫാമിലിയാണ് നിങ്ങൾ ഈ കാണുന്ന ഫ്രെയിമിലുള്ളത്. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഈ അമ്മയാന ഈ ആനക്കുട്ടിയെ ഇങ്ങനെ സംരക്ഷിക്കുന്ന ഒരു ഭയങ്കര രസകരമായ ഒരു കാഴ്ചയുണ്ട്. നമ്മുടെ സഫാരി ജീപ്പ് അടുത്തേക്ക് വരുമ്പോഴൊക്കെ അതിനെങ്ങനെ ഒളിപ്പിച്ച് നിർത്തും. എന്നാലും ഈ കുറുമ്പൻ ആന ചാടി ചാടി പുറത്തേക്ക് വരും. എന്നാലും ആന വീണ്ടും നമ്മുടെ ആ സൈറ്റിൽ നിന്ന് അതിനെ ഒളിപ്പിക്കും. പ്രത്യേകിച്ച് രാവിലെയുള്ള നമ്മുടെ ആ ഗോൾഡൻ ഹവേഴ്സിൽ പുല്ലുകളൊക്കെ ഇങ്ങനെ ഗോൾഡൻ കളറിൽ നിൽക്കുമ്പോൾ അതിലിടയിൽ കൂടെ ഈ ആനയും കുട്ടിയുടെ ഒക്കെ നടന്നു വരുന്ന ഫ്രെയിം എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസകരമായ മൊമെൻറ്റുകളാണ്. ആനകൾക്ക് ഒരു ദിവസം തള്ളി നിൽക്കാൻ ഏകദേശം ഒരു 100 ലിറ്റർ വെള്ളം വരെ വേണം. അതുകൊണ്ട് തന്നെ ശുദ്ധജലം കൂടുതലുള്ള സ്ഥലങ്ങളായിരിക്കും ആനകൾ ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല, ഒരാനയ്ക്ക് ശരാശരി 30 കിലോഗ്രാം വരെ ഭക്ഷണം അതൊരു ദിവസം കഴിക്കും. അതിൽ പുല്ല്, മുളകൾ, ഇലകൾ, പഴങ്ങൾ ഇവയെല്ലാം ഉണ്ടാവും. ഇതെല്ലാം കാട്ടിൽ ഒരു സ്ഥലത്ത് തന്നെ കിട്ടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആനകൾ നടന്നു തുടങ്ങും. ഏകദേശം 20 കിലോമീറ്ററോളം ഒരാന ഒരു ദിവസം ഈ ഭക്ഷണവും വെള്ളവും തേടി അലഞ്ഞു നടക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ 18 മണിക്കൂറോളം ആന ചെലവഴിക്കുന്നത് അതിൻ്റെ ഫുഡും വെള്ളവും അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിലായിരിക്കും. ആനകളെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല. കുറേ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.